നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആരംഭമാണ് നമ്മളിവിടെ കുറിക്കുന്നത്. അക്ഷരാർത്ഥത്തിൻ്റെ ക്ഷേത്രം, ക്ഷേത്രീയം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആരംഭമാണ്. ഈ പ്രക്ഷേപണത്തിലൂടെ നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള അക്ഷരാർത്ഥ തലങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി ഗ്രഹിക്കേണ്ടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം, ക്ഷേത്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം, ക്ഷേത്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗമായി ആരംഭിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൻ്റെ ക്ഷേത്രം, ക്ഷേത്രീയം എന്ന് പറയുന്ന പരിപാടിയുടെ ആദ്യത്തെ സംപ്രേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന അർത്ഥതലങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രീയമായിരിക്കണം എന്നതാണ് അടിസ്ഥാന തത്വം ക്ഷേത്രം, ക്ഷേത്രീയത്തിൻ്റെ. ക്ഷേത്രം എന്നാൽ എന്ത്? ക്ഷേത്രീയം എന്നാൽ എന്ത്? ക്ഷേത്രം എന്ന് പറയുന്നത് കർമ്മ ഇടങ്ങളെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങൾ, കർമ്മസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. കർമ്മം ചെയ്യുന്ന പൂജ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന സ്ഥലം ക്ഷേത്രമാണ്. അമ്പലങ്ങളെന്ന് നമ്മൾ പറയും ക്ഷേത്രമാണ്. വയലുകൾ നമ്മൾ കർമ്മം ചെയ്യുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രം, വയലുകൾ ക്ഷേത്രമാണ്. കുരുക്ഷേത്രം, കർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കർമ്മം ചെയ്യുന്ന സ്ഥലമാണ്, കുരുക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മസ്ഥാനങ്ങളെയാണ് ക്ഷേത്രമെന്ന് വിളിക്കുന്നത് എന്നാണ്. ക്ഷേത്രം എന്നതിൻ്റെ വിശദീകരണമായി നമ്മളതിൻ്റെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും ഉദ്ധരിച്ചിട്ടല്ല പറയുന്നത്, വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രീയമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതത് സ്ഥലങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ക്ഷേത്രം ഉണ്ടായിരിക്കേണ്ടത്. അഥവാ ക്ഷേത്രീയം എന്ന് പറഞ്ഞാൽ പ്രാദേശികമാണ് എന്നർത്ഥം. ജീവിതം എന്ന് പറയുന്നത് കർമ്മമായിരിക്കെ കർമ്മസ്ഥാനം പ്രാദേശികമാണ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മക്ഷേത്രം പ്രാദേശികമായിരിക്കണം, ക്ഷേത്രീയമായിരിക്കണം എന്ന് പറയുന്നത്. ജീവിതം പ്രാദേശികമാണ്, ആഗോള ജീവിതം എന്നൊന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ജീവിക്കുന്നവൻ എപ്പോഴും എന്നും അവൻ്റെ കർമ്മസ്ഥാനത്താണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യാൻ സാധിക്കുന്നതും സുരക്ഷിതനും. അതുകൊണ്ട് ഒരുവൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് അത്
പൂർണ്ണ രീതിയിൽ സംരക്ഷിക്കാൻ, അത് അമ്പലമാകുന്ന ക്ഷേത്രമായിക്കോട്ടെ, കർമ്മസ്ഥാനമാകുന്ന വയലായിക്കോട്ടെ, കുരുക്ഷേത്രം എന്ന് പറയുന്ന ജീവിതമായിക്കോട്ടെ, സംരക്ഷിക്കാൻ ഓരോ പുരുഷനും ബാധ്യസ്ഥനാണ്. തൊഴിലുകൾ ഓരോ തൊഴിലും ഓരോ ക്ഷേത്രമാണ്. നിർമ്മാണ പ്രവർത്തനം ഒരു ക്ഷേത്രമാണ്. കുംഭാരൻ ഒരു ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. ആശാരി, തട്ടാൻ, ഭാരതീയമായ എല്ലാ തൊഴിലുകളും ക്ഷേത്രീയമാണ്. ആ ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമായിരിക്കെ ആ കർമ്മസ്ഥാനം പ്രാദേശികമായിരിക്കണം, ക്ഷേത്രീയമായിരിക്കണം. ക്ഷേത്രം, ക്ഷേത്രീയം എന്നതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഗുരുവായൂർ ക്ഷേത്രം എന്നത് നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരു, വായു എന്നിവർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചതുർബാഹു മഹാവിഷ്ണുവിൻ്റെ ബിംബം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ക്ഷേത്രം ക്ഷേത്രീയമായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം വളരെ ലളിതമാണ്. നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഗുരുവായൂരായിരിക്കണം ആ ക്ഷേത്രം. നമുക്ക് ഒരു മാസം, ഇനി വരുന്ന ഒരു മാസം ഗുരുവായൂർ ക്ഷേത്രം തൃശ്ശൂര് വടക്കുന്നാഥൻ്റെ ഭൂമിയിലായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമാവില്ല. ഗുരുവായൂർ ക്ഷേത്രം അടുത്ത മാസം കൊട്ടിയൂർക്ക് മാറ്റി ഒരു മാസം അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ അതത് നാടുകളിലാണ്, അതത് ദേശങ്ങളിലാണ്, പ്രാദേശികമായാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്, ക്ഷേത്രങ്ങൾ നിലകൊള്ളേണ്ടത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാതും തന്നെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നതും. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരായിരിക്കുന്നത്. കാരണം അർത്ഥതലങ്ങളിൽ കൃത്യമാകണം. അർത്ഥം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കെ അർത്ഥം കൃത്യമായില്ലെങ്കിൽ സ്ഥാനത്ത് ഏതാണോ ക്ഷേത്രം വരേണ്ടത് ആ ക്ഷേത്രം അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അനർത്ഥമായിരിക്കും. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾക്ക് അതത് തട്ടകത്ത്, അതത് പ്രദേശങ്ങളിൽ പ്രാദേശികമായി ഇത്രയും പ്രാധാന്യം നൽകപ്പെടുന്നത്. നമ്മുടെ മുമ്പത്തെ സംപ്രേഷണങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഐശ്വര്യമാണ്. ഏത് നാട്ടിലാണോ ആ ക്ഷേത്രം ഇരിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഇടത്തിൻ്റെ പേരാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നിന്നാണ് ചൈതന്യം നാട് മുഴുവൻ വ്യാപിക്കുന്നത്. അപ്പോൾ ക്ഷേത്ര സംരക്ഷണം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറയാണ്, അടിസ്ഥാനമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നതിന് കാരണം ക്ഷേത്രത്തിൽ അമ്പലം എന്ന് പറയുന്നത്, ദേവസ്ഥാനം എന്ന് പറയുന്നത്, മന്ദിർ എന്ന് പറയുന്നത്, കോവിൽ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ
പൂജിക്കപ്പെടുന്നത് അക്ഷരമാകുന്നു എന്നുള്ളതിനാലാണ്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം അക്ഷരമായിരിക്കെ ഈ അക്ഷരം പൂജിക്കപ്പെടുന്ന വിവിധ രൂപങ്ങളിൽ പൂജിക്കപ്പെടുന്ന വിവിധ അക്ഷരാർത്ഥ തത്വരൂപങ്ങളിൽ പൂജിക്കപ്പെടുന്ന ഇടങ്ങളാണ് ദേവസ്ഥാനം, മന്ദിർ, ക്ഷേത്രം, കോവിൽ എന്നൊക്കെ പറയുന്ന ഇടങ്ങൾ. അക്ഷരപൂജനമാണ് അവിടെ നടക്കുന്നത്. അക്ഷരം പൂജിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന പ്രപഞ്ചത്തിലേക്ക്, അക്ഷരത്തിൽ നിന്ന് നാദബ്രഹ്മമാകുന്ന ഓംകാരമാകുന്ന അക്ഷരത്തിൽ നിന്ന് അദ്വൈതമാകുന്ന അക്ഷരത്തിൽ നിന്ന് ഉത്പന്നമാകുന്ന പ്രപഞ്ചത്തിലേക്ക് അക്ഷരം ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുമ്പോൾ ഊർജം പ്രവഹിക്കുന്നു. ആ നാടിൻ്റെ നന്മ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് അതത് ദേശത്തെ, അതത് ഇടങ്ങളിലെ, കർമ്മ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളിവിടെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായി ഇവിടെ പറയുന്നത് ക്ഷേത്രം, ക്ഷേത്രീയമെന്ന് വ്യക്തമാക്കുന്നത്. അക്ഷരാർത്ഥത്തിലെ ക്ഷേത്രം, ക്ഷേത്രീയമെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തുടങ്ങുന്നതിനും കാരണം അതാണ്. ക്ഷേത്രത്തെ അവഗണിച്ചുകൊണ്ട് ഒരുത്തനെ, കർമ്മസ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട് ഒരുത്തനെ ഭൂമിയിൽ, ഭാരതഭൂമിയിൽ, മലയാള ഭൂമിയിൽ നിലനിൽക്കാനാകില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഭാരതത്തിന് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഘടനയാണുള്ളത്. ഭാരതത്തിലെ എല്ലാതും, ഭാരതത്തിലെ ശാസ്ത്രമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഭാഷയായിക്കോട്ടെ, യോഗമായിക്കോട്ടെ, തൊഴിലുകളായിക്കോട്ടെ, കൃഷിയായിക്കോട്ടെ, എല്ലാം ഭാരതീയമായ എല്ലാം അക്ഷര അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അക്ഷരമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. വിദ്യാഭ്യാസത്തിൻ്റെയും ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഓംകാരമായ അദ്വൈതമാകുന്ന അക്ഷരമാണ്. ആ അക്ഷരം പൂജിക്കപ്പെടുന്ന ഇടങ്ങളാണ്, അക്ഷര കർമ്മ ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ ക്ഷേത്രീയമാണ്, പ്രാദേശികവുമാണ്. ഇതാണ് നമ്മളിവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ഷേത്രം ക്ഷേത്രീയം, ക്ഷേത്രീയമായിരിക്കണം. ആ ക്ഷേത്രത്തിലെ, ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ക്ഷേത്രീയമായിരിക്കണം. ഇത് അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ തത്വമാണ്. ഭാഷാപരമായിട്ട് അത് കൃത്യമായിരിക്കണം. ഭാഷാപരമായിട്ട് അത് കൃത്യമായിരിക്കണം. തത്വപരമായിട്ട്, താത്വികമായിട്ട് അത് ശരിയായിരിക്കണം. ആശയപരമായിട്ടത് കൃത്യമായിരിക്കണം. അപ്പോഴാണ് ക്ഷേത്രം ക്ഷേത്രമാകുന്നത്. ഈ ക്ഷേത്രം നമ്മൾ പുരുഷന്മാർ, കർമ്മത്തിൽ ഇരിക്കുന്നവർ സംരക്ഷിക്കുകയും വേണം. ഭാരതീയമായ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവർ ഒരിക്കലും ക്ഷേത്രത്തിൽ വരരുത്. വരാതെ നോക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കർത്തവ്യമാണ്. ഭാരതീയമായ ഭാഷയിൽ അർത്ഥമുള്ളതേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ. ഭാരതീയ ഭാഷയിൽ അർത്ഥമുള്ളതേ ക്ഷേത്ര പരിസരത്തുണ്ടാകാവൂ. ക്ഷേത്രത്തെ ക്ഷേത്രമെന്നേ വിളിക്കാവൂ. അല്ലെങ്കിൽ ഭാരതീയ ഭാഷയിൽ അർത്ഥമുള്ള മന്ദിർ എന്ന് വിളിക്കാം, കോവിൽ എന്ന് വിളിക്കാം, ദേവസ്ഥാന എന്ന് വിളിക്കാം. വേറെ ഒന്നും ക്ഷേത്രങ്ങളെ വിളിക്കാൻ പാടില്ല. കാരണം ഭാരതത്തിൽ അർത്ഥമുള്ള പദമുപയോഗിച്ച് അർത്ഥസ്ഥാനമായ ക്ഷേത്രത്തെ
പരാമർശിക്കാൻ സാധ്യമാവുകയുള്ളൂ, അങ്ങനെയേ പാടുള്ളൂ. കാരണം ചിട്ടവട്ടങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയാണെങ്കിൽ ആ നാടിൻ്റെയും ശക്തി ക്ഷയിക്കും എന്നുള്ളത് നമ്മൾ ഓരോ പുരുഷനും മനസ്സിലാക്കിയിരിക്കണം. കർമ്മസ്ഥാനിയാകണം പുരുഷനെന്ന് നമുക്കറിയാം. ആ ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭാഷാപരമായിട്ടാണെങ്കിലും കർമ്മം കൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും വിചാരം കൊണ്ടാണെങ്കിലും ശബ്ദം കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഓരോ ഭാരതീയൻ്റെയും കടമയാണ്, കർത്തവ്യമാണ്. ഈ ക്ഷേത്രം നമ്മുടെ ജീവിതം തന്നെയാണ്. ശിവനും ശക്തിയും യോജിക്കുന്ന യോഗസ്ഥാനമാണ് ക്ഷേത്രമെന്ന് നമ്മൾ ഓർക്കണം. ശിവനും ശക്തിയും യോജിച്ചിരിക്കുന്ന യോഗസ്ഥലമാണ് കർമ്മസ്ഥലമാകുന്ന ക്ഷേത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പ്രത്യേകതയുണ്ട്. ക്ഷേത്രം ക്ഷയിച്ചാൽ പ്രാണനും നഷ്ടം വരും, പ്രാണനും ദോഷം വരും. കർമ്മക്ഷേത്രത്തിലിരിക്കുന്ന എല്ലാ പ്രാണനും ദോഷമാണ് ക്ഷേത്രത്തിൽ ദോഷം വരുന്നത്, ക്ഷേത്രം ക്ഷയിക്കുന്നത്. ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് കർമ്മസ്ഥാനീയരായ ഓരോ ഭാരതീയൻ്റെയും ഉത്തരവാദിത്വമാണ്. ക്ഷേത്രത്തെ ക്ഷേത്രമെന്ന് തന്നെ വിളിക്കണം. അർത്ഥമില്ലാത്ത ഒന്നും അതിന് വിളിക്കാൻ പാടില്ല. കാരണം അർത്ഥമില്ലാത്തത് അനർത്ഥമാണ്. അർത്ഥമില്ലാത്തത് ആവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് തവണയായിക്കഴിഞ്ഞാൽ അത് അനർത്ഥത്തെ കൊണ്ടുവരും. അത് മനസ്സിലാക്കണം നമ്മൾ. ഭാരതീയമായ സംവിധാനമാകുന്ന ക്ഷേത്രങ്ങൾ ഭാരതീയമായ ഭാഷകൾ ഉപയോഗിച്ച് ശുദ്ധമായ പ്രയോഗങ്ങളാൽ കൃത്യമാക്കണം എന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും കടമയും കർത്തവ്യവുമാണ്. ഓരോ കർമ്മസ്ഥാനീയൻ്റെയും കടമയും കർത്തവ്യവുമാണ്. ക്ഷേത്രങ്ങൾ എവിടെ അഭിവൃദ്ധി പ്രാപിക്കുന്നുവോ അവിടെ ആ നാട് വളരും, ആ നാടാകുന്ന കർമ്മസ്ഥാനം വളരും. അതിൻ്റെ ചൈതന്യം അതിൻ്റെ ചുറ്റുമുള്ള തട്ടകത്ത് വ്യാപിക്കും. ഇത് ഭാരതീയ തത്വമാണ്. ഭാരതത്തിൻ്റെ വെളിയിൽ ഇതില്ല. അതുകൊണ്ട് ഭാരതത്തിൽ നിന്ന് വെളിയിൽ വന്നിട്ടുള്ള ഏതെല്ലാം അനർത്ഥങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്കിൽ അവർക്കത് മനസ്സിലാകില്ല. മനസ്സിലാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഭാരതത്തിൽ ജനിക്കുന്നവൻ, ഭാരതത്തിൽ ജനിച്ചവന് മാത്രമേ ഭാരതത്തിൻ്റെ തത്വം മനസ്സിലാകുകയുള്ളൂ. ബാക്കിയുള്ളവർക്കത് കേൾക്കാമെന്നല്ലാതെ അത് മനസ്സിലാവില്ല. ഇതാണ് സാമൂതിരി പണ്ട് പറഞ്ഞത്. അതിൻ്റെ വേറൊരു ഭാഷാരൂപമാണ് സാമൂതിരി പണ്ട് പറഞ്ഞത്. കുരുമുളക് വള്ളികളെ പുറമെന്ന് വന്ന കള്ളന്മാർക്ക് മോഷ്ടിക്കാം, പക്ഷെ ഞാറ്റുവേലകളെ മോഷ്ടിക്കാൻ സാധ്യമല്ല. എഴുതപ്പെട്ടിട്ടുള്ളത് എല്ലാതും എഴുതപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവാം. ഇവിടെയുള്ള സ്പർശിക്കാൻ സാധിക്കുന്നതെല്ലാം അവർക്ക് കടത്തിക്കൊണ്ടുപോവാം. പക്ഷെ സ്പർശിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ദേവചൈതന്യം, ആത്മചൈതന്യം, പ്രപഞ്ചത്തിൻ്റെ സത്ത, ഭാരതദേശത്തിൻ്റെ ജ്ഞാനം, ഇതൊന്നും സ്പർശിക്കാൻ പറ്റില്ല. അതിനെ ഒന്നും ചെയ്യാൻ കടത്തിക്കൊണ്ടുപോകാൻ പോട്ടെ, ഒന്നും ചെയ്യാൻ സ്പർശിക്കാൻ പോലും ആർക്കും സാധ്യമല്ല. അത് മനസ്സിലാകണമെങ്കിൽ ഭാരതീയനായി ജനിക്കണം, ഭാരതഭൂമിയിൽ ജനിക്കണം, ഭാരത ക്ഷേത്രത്തിൽ ജനിക്കണം. ആ ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ഭാരതത്തിൽ ജനിച്ചവനാണ്.
പുറമേ നിന്നുള്ള പുലയാട്ടുകൾ സ്വീകരിക്കേണ്ടത് ഭാരതീയൻ്റെ ഉത്തരവാദിത്വമല്ല. പുറമേ നിന്നുള്ള പുലയാട്ടുകളെ പുറത്തു നിർത്തുക, ഭാരതത്തിന് പുറത്തു നിർത്തുക. സഹസ്രാബ്ദങ്ങളായി യുഗങ്ങളായി ഇവിടെ നിൽക്കുന്നതാണ് ഭാരതം, ഭാരതീയരും. ഭാരതം എന്ന് പറയുന്ന ജ്ഞാനക്ഷേത്രം, കർമ്മക്ഷേത്രം, കുരുക്ഷേത്രം ഇവിടെ ഉത്പന്നമായി നിലനിന്ന് തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളും യുഗങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇവിടത്തെ കാര്യങ്ങൾ ഇവിടത്തെ പോലെ ചെയ്യണം. ഭാരതക്ഷേത്രം ഇവിടെ സംരക്ഷിക്കപ്പെടണം. ക്ഷേത്രം ക്ഷേത്രീയമാകണം. ക്ഷേത്രവും ക്ഷേത്രകാര്യങ്ങളും ക്ഷേത്രീയമാകണം. അതുകൊണ്ട് അനർത്ഥമായ ഭാരതീയമായതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാഷയിൽ നിന്ന്, സങ്കല്പങ്ങളിൽ നിന്ന്, മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് ശുദ്ധമാകുന്ന മനസ്സോടുകൂടി, ശുദ്ധമാകുന്ന ഭാഷയോടുകൂടി ഓരോ ഭാരതീയനും അവൻ്റെ കർമ്മക്ഷേത്രത്തിൽ പ്രവേശിക്കുക, അവൻ്റെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുക, അവയെ സംരക്ഷിക്കുക, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക, കർമ്മക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക. എല്ലാം ഭാരതീയമായിരിക്കണം. ഭാരത ഭാഷയിൽ, അക്ഷരാർത്ഥത്തിൻ്റെ ഭാഷയിൽ അത് കൃത്യമായിരിക്കണം. അതുമാത്രമേ സങ്കല്പിക്കാവൂ. ഭാരതത്തിൽ അതുമാത്രമേ സങ്കല്പിക്കാൻ പാടുള്ളൂ. ഈ തത്വം പകർന്നു തരാൻ ആണ് ഇന്നത്തെ അക്ഷരാർത്ഥത്തിൻ്റെ പ്രഥമ ക്ഷേത്രം ക്ഷേത്രീയം എന്ന് പറയുന്ന ഈ സംപ്രേക്ഷണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മനനം ചെയ്യുക, കേട്ടതൊക്കെ ആവർത്തിച്ച് മനനം ചെയ്യുക. സത്യത്തിൻ്റെ ഒരു പുതിയ വാതിലാണ് നിങ്ങൾക്ക് തുറക്കപ്പെട്ടിട്ടുള്ളത്. ഭാരതീയമായ ക്ഷേത്രങ്ങൾ, കർമ്മസ്ഥാനങ്ങൾ പ്രാദേശികമാണ്, ക്ഷേത്രീയമാണ്. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. കർമ്മം ചെയ്യുക, ധർമ്മം ചെയ്യുക. കർമാനുഷ്ഠാനം ധർമ്മം, ധർമാനുഷ്ഠാനം കർമ്മം. എല്ലാം മംഗളകരമാകട്ടെ. നന്ദി, നമസ്കാരം.